എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് ഇന്ത്യ കൊണ്ടുപോയി. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടാം ടെസ്റ്റ് മത്സരത്തിനായി ആണ്. വെള്ളിയാഴ്ചയാണ് രണ്ടാം ടെസ്റ്റിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. രണ്ട് ടീമായിട്ട് തിരിഞ്ഞാണ് ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുന്നത്. മലയാളി താരം സഞ്ജുവും ഇന്ന് ഈ പ്രാക്ടീസ് മാച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കാൺപൂരിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കളിയിലെ താരമാകാനും സഞ്ജുവിന് ഇന്ന് സാധിച്ചു. സഞ്ജുവും ജയ്സ്വാളും കൂടി 310 റൺസിന്റെ പാർട്ണർഷിപ്പ് ആണ് അടിച്ചുകൂട്ടിയത്. സഞ്ജു സെഞ്ചുറി നേടുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 280 റൺസിന്റെ മിന്നും വിജയം സ്വന്തമാക്കിയപ്പോൾ ബംഗ്ലാദേശ് ശരിക്കും നാണം കെട്ടു. ഇന്ത്യയുടെ ഫുൾ സ്ട്രെങ്ത് ടീം ആയിരുന്നു ബംഗ്ലാദേശിനെതിരെ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയത്. ഇപ്പോഴിതാ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഇൻട്രാ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദുലീപ് ട്രോഫിയിലും സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം ഇന്നത്തെ ഇൻട്രാ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിലും സഞ്ജുവിനെ കളിപ്പിച്ചത്. എന്തായാലും ഇന്നത്തെ സഞ്ജുവിന്റെ അടി കണ്ട് കോച്ച് ഗംഭീറും ഇന്ത്യൻ ടീം മാനേജ്മെന്റും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ബോളർമാരെ 4 സൈഡിലേക്കും സഞ്ജു തലങ്ങും വിലങ്ങും അടിച്ചു. 89 പന്തിൽ നിന്നും 156 റൺസ് ആണ് സഞ്ജു ഇന്ന് അടിച്ചുകൂട്ടിയത്. ഇന്ന് രോഹിത്തിനൊപ്പം ജയ്സ്വാൾ തന്നെയായിരുന്നു ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എന്നാൽ രോഹിത് പെട്ടെന്ന് ഔട്ടായി. 3-ാം നമ്പറിൽ എത്തിയ ഗില്ലും പുറത്തായതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലായി. തുടർന്ന് 4-ാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജുവും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചു. ഇന്നത്തെ സഞ്ജുവിന്റെ അടികണ്ട് ബംഗ്ലാദേശ് താരങ്ങൾ എല്ലാം പേടിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവർക്ക് തോൽവി വഴങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ രണ്ടാം ടെസ്റ്റിൽ സഞ്ജു കൂടെ ടീമിലേക്ക് എത്തിയാൽ പിന്നെ ഇന്ത്യയെ അവർക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. രണ്ടാം ടെസ്റ്റിൽ ജുറലിന് പകരം സഞ്ജുവിനെ ടീമിലേക്ക് ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ BCCI പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ സഞ്ജുവിനും അവസരം ലഭിക്കും. മിന്നും ഫോമിൽ കളിക്കുന്ന സഞ്ജു രണ്ടാം ടെസ്റ്റിൽ സെഞ്ചുറി നേടും എന്നാണ് മലയാളി ആരാധകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയങ്ങോട്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലും സഞ്ജുവിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ ബൗളിംഗിൽ കുൽദീപ് യാദവ് തിരിച്ചെത്തി മിന്നും പ്രകടനം നടത്തി. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. സഞ്ജുവിന്റെയും ജയ്സ്വാളിന്റെയും കൂറ്റൻ സെഞ്ചുറി മികവിൽ ഇന്ത്യ 563 റൺസ് അടിച്ചുകൂട്ടി. എന്തായാലും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് അത് സഞ്ജു തന്നെയായിരിക്കും. രണ്ടാം ടെസ്റ്റിലും ഇന്ത്യക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതൽ. അപ്പോൾ രണ്ടാം ടെസ്റ്റിലും ഇന്ത്യ ആധികാരികമായ വിജയം നേടുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.